പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7062664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും നിലവിലെ ചൊവ്വാഴ്ചകളിലെ സർവീസ് മുടക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും ചൊവ്വാഴ്ചകളിലെ സർവീസ് മുടക്കം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം കെ ശശിധരനാണ് റെയിൽവേ മന്ത്രിക്കും ഭിന്നശേഷി വകുപ്പിനും ഉൾപ്പെടെ നിവേദനം സമർപ്പിച്ചത്. യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് മെമു ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 12ആയി റെയിൽവേ അടുത്തിടെ ഉയർത്തിയിരുന്നു. എന്നാൽ 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ ട്രെയിനിൽ ഇപ്പോഴും ഭൂരിഭാഗം പേരും നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഇത് പരിഹരിക്കാൻ കോച്ചുകളുടെ എണ്ണം അടിയന്തരമായി 16ആക്കി ഉയർത്തണമെന്നാണ് പ്രധാന ആവശ്യം. ദിവസേന 400-ലധികം യാത്രക്കാർ വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ നിന്നും മാത്രം ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ചൊവ്വാഴ്ചകളിൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ സർവീസ് മുടക്കുന്നത് വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ദീർഘദൂര ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക കോച്ചുകൾ ഉണ്ടെങ്കിലും മെമുവിൽ ഇല്ലാത്തതിനാൽ തൽക്കാലം 10% സീറ്റുകളെങ്കിലും ഇവർക്കായി മാറ്റിവെക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കൂടാതെ ഷൊർണൂർ നിർത്താതെ പോകുന്ന 62 ദീർഘദൂര ട്രെയിനുകളിൽ ചിലതെങ്കിലും വള്ളത്തോൾ നഗറിൽ നിർത്തണമെന്നും സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഉയരം കൂട്ടണമെന്നും 2, 3, 4 ട്രാക്കുകളിലേക്ക് പോകുന്നതിനായി ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും നിവേദനത്തിലൂടെ കെ ശശിധരൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിർത്തിപ്പോകുന്ന ട്രെയിനുകളുടെ സേവനം മലബാർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ വള്ളത്തോൾ നഗറിലും ലഭ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മെമു ട്രെയിനിൽ 8 കോച്ചുണ്ടായിരുന്നത് 12 കോച്ചായി വർദ്ധിപ്പിച്ചുകൊണ്ട് യാത്രാ ദുരിതം കുറയ്ക്കുകയുണ്ടായി. 16 കോച്ചായി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രയാസകരമായ അല്ലാത്ത യാത്രയ്ക്ക് വേണ്ട നടപടികൾ റെയിൽവേ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ചെയ്ത നടപടിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിനായി 16 കോച്ചുള്ള മെമു ട്രെയിനാണെങ്കിൽ യാത്രാക്ലേശമില്ലാതെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും സാധ്യമാവുമെന്നുള്ളതാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. മെമു ട്രെയിനിൽ ഭിന്നശേഷി കോച്ച് ഇല്ല. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ഭിന്നശേഷി കോച്ച് നിലവിലുണ്ട്. അതുകാരണം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായതിനാൽ എൽഡർ ബഡ്ജറ്റ് അടങ്ങുന്ന നമ്മുടെ രാഷ്ട്രത്തിന് ഇത് അതിപ്രധാനമാണെന്നുള്ള ഇന്ത്യൻ റെയിൽവേയോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കും റെയിൽവേ മിനിസ്റ്ററിനും ഡിവിഷണൽ റെയിൽവേ മാനേജരും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതാണ്. അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DRUCC മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് CCV.